ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ലേറ്റായിപ്പോയി. കാരണം നമ്മൾ ഇന്നലെ നൈറ്റ് എല്ലാവരും കൂടി പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ച് വരാൻ കുറച്ച് ലേറ്റായി, കിടക്കാൻ ലേറ്റായി. പിന്നെ അറിയാമല്ലോ, എൻ്റെ പനി വിട്ടു പോയതായിരുന്നു. ജലദോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അതാ വീണ്ടും തൊണ്ട കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പനി വീണ്ടും വരാറായി തോന്നുന്നു. എന്തായാലും ഇന്നലെ കിടക്കുമ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ കുളിച്ചെണീറ്റ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴാമെന്ന്. കാരണം കുറച്ചായി ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട്, ഇത്ര അടുത്തുണ്ടായിട്ട്. തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ കുറച്ചായി പോയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് എന്തായാലും പോകണമെന്ന്. അപ്പോൾ ഇന്ന് എണീറ്റപ്പോഴാണെങ്കിൽ ഒരു തൊണ്ടയ്ക്ക് ഒരു അടപ്പുണ്ട്. പക്ഷേ ഞാൻ പോവും. ഞാൻ അമ്പലത്തിൽ പോകും. ഞാനൊരു ഫ്രണ്ടിനോട് പറയുകയും ചെയ്തു നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാമെന്ന്. ഒരുമിച്ച് പോകാനുള്ള പ്ലാനാണ്. എന്തായാലും ടാബ്ലറ്റ് മെഡിസിനൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. കാര്യമായിട്ട് പനിക്കണില്ല, തൊണ്ടവേദന സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ലൈം ജ്യൂസ് കുടിക്കുകയും ചെയ്തു. ഞാൻ പുറക്കത്തിന് എനിക്ക് തന്നിട്ട് എൻ്റെ സൗണ്ടും മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ പല്ല് കഴിക്കാൻ പോവാണ്. പല്ല് കഴിക്കണ മുന്നേ മുഖം കഴുകാം. മുഖം കഴുകിയിട്ട് പല്ല് കഴിക്കാം. ഹിമാലയ ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യണ്ടാവും കേട്ടോ. ഞാൻ വാഷ് അമ്മേ കണ്ണൊക്കെ ചുവന്നിരിക്കണ്ടല്ലോ, എന്ത് പറ്റി? എന്തായാലും ഫേസൊക്കെ വാഷ് ചെയ്തു അല്ലേക്കാം. എക്കോ അടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ നല്ല സംസാരിക്കണം. ഇതൊന്ന് മൈക്ക് വെച്ചാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കോൾഗേറ്റ് എല്ലാവരും ഇതെല്ലാവരും കോൾഗേറ്റ് യൂസ് ചെയ്യാം. കോൾഗേറ്റ്, ക്ലോസപ്പ്, KP നമ്പൂതിരീസ് ഇതൊക്കെ യൂസ് ചെയ്യും. പക്ഷെ എനിക്കിഷ്ടം കോൾഗേറ്റാണ്. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോയി കുളിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം അങ്ങനെ ഫോണും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇച്ചുൻ്റെ ടീഷർട്ടാണ് കേട്ടോ, അത് ഇത്ര ലൂസ്. ഓക്കെ, അപ്പോൾ കുളിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ അതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കുർത്ത ചുരിദാർ സെറ്റാണ് കേട്ടോ അയക്കുന്നത്. ഇത് ഫ്രം ഷോപ്പാണ്, സോ ആരും ലിങ്ക് ചോദിക്കേണ്ട. പക്ഷേ സിമിലർ ആയിട്ടുള്ള കുറേ കുർത്ത സെറ്റ് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ ഒരു സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡ് താഴെയായിട്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഇന്നത്തെ ലുക്ക് എനിക്കെന്തോ നല്ലോണം ഇഷ്ടപ്പെട്ടു. അതാ ഇപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് കുറച്ചുകൂടി കാണുന്നുണ്ടോ കേട്ടോ മിററിനെക്കാട്ടും. പിന്നെ എൻ്റെ സ്ഥിരം യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മെബ്ലൈൻ്റെ ആണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, എത്ര ഫുഡ് കഴിച്ചാലും പോവില്ല കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ കാർ എടുക്കണോ സ്കൂട്ടിയിൽ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. കാർ എടുത്താൽ പിന്നെ പാർക്ക് ചെയ്യാൻ കുറച്ചധികം പണിയായിരിക്കും. അപ്പോൾ പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ട് സ്കൂട്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാത്ത കാരണം ഭയങ്കര ഈസി ആയിട്ട് തന്നെ റെയിൻകോട്ട് ഇട്ടു. അങ്ങനെ നമ്മളിതാ ഗുരുവായൂരെത്തി. എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ആളുടെ പേരാണ് കാവ്യ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ 3 കാവ്യമാരാണ് കേട്ടോ. അതിൽ ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിക്ക് ക്ലോസ് ആയിട്ടുള്ള കാവ്യമാരാണ്. അത്യാവശ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാണാറുണ്ട്, ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. പഠിക്കുന്ന സമയത്തും നമ്മൾ അത്യാവശ്യം
അത്യാവശ്യം ക്ലോസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവൾ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്, EYയുടെ കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ലീവിന് വരുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ വർക്കിനൊക്കെ പോയ സമയത്ത് എനിക്ക് ഇവള് ലീവിൽ വരുമ്പോൾ ഞാൻ വർക്കിന് കയറണം, കാരണം എനിക്ക് അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വർക്കൊന്നും ചെയ്യാത്ത കാരണം എനിക്ക് ഇവളെ ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇന്ന് ഒടുക്കത്തെ തിരക്കായിരുന്നു അമ്പലത്തിൽ, എന്താണെന്നറിയില്ല. പക്ഷെ നമ്മൾ സുഖമായിട്ട് അങ്ങോട്ട് തൊഴുത് ഇറങ്ങിയിട്ട് എടുത്ത ക്ലിപ്സാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മുടെ കോമൺ ഫ്രണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവനെ പരിചയം ഉണ്ടാവും, എൻ്റെ വീഡിയോഗ്രാഫറാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സിൽ. 7th സ്റ്റാൻഡേർഡോ 8th സ്റ്റാൻഡേർഡോ ആണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. അന്ന് തൊട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് എല്ലാവരും കൂടിയിട്ടുള്ളത് കേട്ടോ. കാവ്യ എൻ്റെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്നു. ആദ്യത്തെ ഞങ്ങൾ ഒരുമിച്ച് ട്യൂഷനിൽ പഠിച്ചതാണ് കേട്ടോ. ആൻഡ് നമ്മൾ തൊഴുതിറങ്ങിയിട്ട് ആദ്യത്തിന് വേറൊരു വഴിക്ക് പോയി, നമ്മൾ വേറൊരു വഴിക്ക് പോവാണ്. കാവ്യയുടെ മുഖമാണെങ്കിൽ ഇങ്ങനെ ഗ്ലോയി ആയിട്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവൾ മോയിസ്ചറൈസർ ഇട്ടു എന്നാണ്. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണോ മോയിസ്ചറൈസർ ഇട്ടേന്നറിയില്ല. എന്തായാലും നല്ല ഗ്ലോയി ആയിട്ടിരിക്കുന്നുണ്ട്, എന്നേക്കാൾ നല്ല ഗ്ലോ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ മുഖം ഇങ്ങനെ എപ്പോഴും ഗ്ലോ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇത്രയും ഗ്ലോ ഉള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതിൻ്റെ സീക്രട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ മേക്കപ്പ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്ക്, ഐലൈനർ, അത്ര തന്നെ, ഐ ഷാഡോ, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചായ കുടിച്ചു. എന്താ കുടിച്ചത്? കോഫി കുടിച്ചു. നമ്മളിതാ പ്രിയങ്ക അണ്ണാച്ചിക്കടയിൽ കയറിയിട്ട് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞാനിത് മാത്രമേ വാങ്ങിയുള്ളൂ, അവൾക്ക് കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടോ. ഞാൻ എന്നിട്ട് അവളോട് എടുത്തോ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവൾ എടുത്തില്ല. പക്ഷെ ലാസ്റ്റ് ഞാൻ എടുത്തു. 240 210 അങ്ങോട്ട് ആണ്. നല്ല രസമുള്ള ബാങ്കിൾ കേട്ടോ, സിംഗിൾ ബാങ്കിളാണ്. അതുപോലെ തന്നെ നല്ല സ്റ്റോണും ഒരു ഫ്ലോറലിൻ്റെ ആ ഒരു സംഭവമൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മളിതാ വണ്ടി എടുത്ത് ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു കഫേയിലേക്കാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കഫേയിൽ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. മെയിനായിട്ട് ഇന്ന് നമ്മുടെ കാവ്യ KBയുടെ ചിലവാണ്. കാവ്യ KB എന്നാണ് കേട്ടോ ഫുൾ നെയിം. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ കാവ്യമുള്ള കാര്യം നമ്മളിങ്ങനെ എടുത്തറിയാൻ വേണ്ടി കാവ്യ KB, കാവ്യകൃഷ്ണ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാവ്യക്കിവിടെ ചിലവായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മളൊരു കേക്ക് കഴിച്ചു. ഇത് ഏത് കേക്കാണെന്നറിയോ? ലോട്ടസ് ബിസ്കോഫിൻ്റെ, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക്. അതിനുശേഷം ഞാനും ആദിത്യൻ വന്നു കേട്ടോ. അപ്പോഴേക്കും ആദ്യം വേറെ വഴിക്ക് പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും ഞാനും കൂടിയിട്ട് ഒരു പൊട്ടാറ്റോ വെഡ്ജസ് പറഞ്ഞു. എനിക്ക് അങ്ങനെ വിശക്കുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉള്ള കാരണം അങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പൊട്ടാറ്റോ വെഡ്ജസ് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടി ഒരെണ്ണം കഴിക്കാമെന്ന് വിചാരിച്ചു. അവൾ എന്തോ ഒരു പാസ്തയുടെ എന്തോ വെറൈറ്റി ആണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ പിന്നെ അമ്പലത്തിൽ വെച്ച് കുറേ വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഷെയർ ചെയ്യാൻ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കഫേയിൽ വന്നത്. അതൊക്കെ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ഫുഡും കഴിക്കാം, കുറേ സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ സംസാരിച്ചു. അവർക്കൊക്കെ ഇന്നത്തെ എൻ്റെ വീണ്ടും കുർത്ത തന്നെ പറയണേ. ഓക്കെ, ചുരിദാർ സെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല സുഖമായിട്ട് തന്നെ അമ്പലത്തിൽ തൊഴുതു കേട്ടോ. നമ്മൾ പോയ സമയം അടയ്ക്കാറായ സമയമായിരുന്നു. ആ സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 11:30-11:45 നമ്മുടെ അടയ്ക്കണ ഓരോ സമയം കേട്ടോ. അപ്പോൾ പോയിട്ട് സുഖമായിട്ട് തൊഴുത് വന്നു. പക്ഷേ എനിക്ക് എന്തോ ഒരു പനി മാറിയതായിരുന്നു, എന്നാൽ പനി വരുന്നുണ്ടോ തോന്നുന്നു. അങ്ങനത്തെ ഒരു ലക്ഷണം, പനി വരണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. കണ്ണൊക്കെ കണ്ട് പോയി തുടങ്ങി. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനും കാവ്യ KBയും അതുപോലെ തന്നെ ആദിത്യനും എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മളധികം പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്ന് അധികം എവിടെയെങ്കിലും പോവാം, ഫോട്ടോ എടുക്കാം, അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അധികം നമ്മൾ. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോയി, പിന്നെ പ്രിയങ്കയിൽ പോയി, പിന്നെ ഫുഡ് കഴിച്ചു, നമ്മൾ പിരിഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറി ഇന്ന് കുറച്ചൊന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഉഷാറാവും. ഫ്രണ്ട്സ്, ഇതിൻ്റെ ബാക്കി എടുക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉള്ള ക്ലിപ്പ് വെച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ട് ഇന്നൊന്നും ഉണ്ടായില്ല. ഞാൻ ഡ്രസ്സ് മാറി സുഖമായിട്ടുണ്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും ഉള്ളൊരു ഔട്ടിംഗ് വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.